നമുക്ക് കുരിശടയാളം വരച്ചുകൊണ്ട് ഈ പ്രഭാത പ്രാർത്ഥനയിലേക്ക് കടക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, എന്നെ കൈവിടരുതേ. എൻ്റെ ദൈവമേ, എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ. എൻ്റെ രക്ഷയായ കർത്താവേ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. സങ്കീർത്തകനോട് ചേർന്ന് ഈശോയെ, ഞങ്ങളും ഈ സമയം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കൈവിടരുതേ, ഞങ്ങളിൽ നിന്ന് അകന്നിരിക്കരുതേ. ഞങ്ങളെ സഹായിക്കാനായി വേഗം വരണമേ. നല്ല ഈശോയെ, പ്രാർത്ഥനാപൂർവമായിരിക്കുന്ന ഞങ്ങളെ അവിടുന്ന് ഈ സമയം കാണണമേ. ഞങ്ങളുടെ നിയോഗങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ. എങ്ങനെ പ്രാർത്ഥിക്കണമെന്നോ എന്തു പ്രാർത്ഥിക്കണമെന്നോ ഞങ്ങൾക്കറിയില്ല ഈശോയെ. പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ. തമ്പുരാനെ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ എല്ലാവരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ഒരു ദൈവം എനിക്കുണ്ടെന്നും, ഭയപ്പെടേണ്ട, കൂടെ ഞാനുണ്ട് എന്ന് വാക്ക് തന്ന ദൈവത്തിന് എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്നെ സഹായിക്കാൻ കഴിയുമെന്നും, എൻ്റെ കണ്ണു നിറഞ്ഞാൽ മനസ്സലിയുന്ന, അസാധ്യതകളെ സാധ്യമാക്കുന്ന സർവശക്തനായ ദൈവമാണ് സ്വർഗത്തിലെ എൻ്റെ അപ്പനെന്നും ഈ സമയം ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എപ്പോഴും ഒരു പിൻവിളി നിങ്ങൾക്ക് കേൾക്കാം. ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു പിൻവിളി കേട്ടിട്ടുണ്ട്. നീ പ്രാർത്ഥിക്കുന്ന ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കില്ല, നീ അപേക്ഷിച്ച കാര്യം നിനക്ക് കിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള ചില തോന്നലുകൾ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടായിട്ടില്ലേ? പിശാചാണ് ആ പിൻവിളി നിങ്ങൾക്ക് നൽകുന്നത്. ആ പിൻവിളിക്കാരൻ പിശാചാണ്. ദൈവമക്കൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ തന്നെ പിശാച് അതിനെ തടയാൻ നോക്കുന്നു. ചിലപ്പോൾ കൈപ്പേറിയ ഓർമ്മകൾ തന്ന്, ചിലപ്പോൾ ഉറക്കത്തിൻ്റെ രൂപത്തിൽ. ദൈവവും നമ്മളും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് പ്രാർത്ഥന. പിശാചിന് ഏറ്റവും പേടിക്കുന്നതും ഈ സംഭാഷണത്തെയാണ്. ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു മേഖല ഇത് തന്നെയാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ ഒരിക്കലും മടുപ്പ് തോന്നരുത്. നിരന്തരം പ്രാർത്ഥിക്കുക. പ്രാർത്ഥന എന്നത് ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്ന യാചനയാണ്. ദൈവമേ എന്നെ രക്ഷിക്കണമേ. ഇതിലും നല്ലൊരു പ്രാർത്ഥനയുണ്ടോ? നിരന്തരം യാചിക്കുക, ദൈവം ഉത്തരം തരും. കാരണം അവൻ്റെ നാമം കരുണയെന്നത് കൂടിയാണ്. കരുണയുള്ള ദൈവമേ, ഈ പ്രഭാതത്തിൽ മക്കൾ പ്രാർത്ഥിക്കുകയാണ് നിൻ്റെ കരുണയ്ക്കായിട്ട്. അങ്ങയുടെ സ്നേഹത്തിൻ്റെ മുൻപിൽ, കരുണയുടെ മുൻപിൽ നന്ദിയോടെ ഞങ്ങളിപ്പോൾ കരങ്ങൾ കൂപ്പട്ടെ. ഇന്നോളം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസത്തെ പൂർണ്ണമായി തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ടും സ്വർഗീയ സംരക്ഷണത്തിനായി യാചിച്ചുകൊണ്ടും പരിശുദ്ധ പരമദിവ്യകാരുണ്യമായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും എല്ലാ മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് ശാന്തമായി ഈ ഗാനത്തോട് ചേർന്ന് ദൈവത്തെ പാടി പ്രാർത്ഥിച്ച് നമുക്ക് അവിടുത്തെ ആരാധിച്ച് സ്തുതിക്കാം. കാഴ്ചയായി നിവേദിക്കും മീയപ്പവും വീഞ്ഞും കനിവോടെ കൈക്കൊള്ളുക നാഥ. കാഴ്ചയായി നിവേദിക്കും മീയപ്പവും വീഞ്ഞും കനിവോടെ കൈക്കൊള്ളുക നാഥ. എൻ ജീവിതത്താലം നിന്ദാനമല്ലോ. എൻ ജീവിതത്താലം നിൻ
സ്വീകരിക്കൂ. ഉള്ളു തുറന്നെന്നെ ചേർത്തണയ്ക്കൂ. എൻ ജീവിതത്താലം നിന്ദാനമല്ലോ. ഇന്ന് പലരുമായിട്ട് ഇടപെടുമ്പോൾ, സംസാരിക്കുമ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ്, മനുഷ്യരൊക്കെ പ്രത്യാശ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇന്ന് കഴിഞ്ഞുകൂടുന്നത്. പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായി പലതും ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു. ജോലി നഷ്ടം, സാമ്പത്തിക പ്രതിസന്ധി, രോഗങ്ങൾ, വിദേശ ജോലിക്ക് തടസ്സം, മുടങ്ങിപ്പോയ വീടുപണി, ലോൺ അടയ്ക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യം, കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥ, മക്കളുടെ പഠന മേഖലയിലെ തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ഭാവിയിലേക്ക് നോക്കുമ്പോൾ പ്രതീക്ഷയുടെ ഒരു തരി വെളിച്ചം പോലും കാണാൻ കഴിയാതെ വിഷമിക്കുന്നവർ നമുക്കിടയിൽ ധാരാളമുണ്ട്. എന്തെല്ലാം ജീവിതത്തിൽ സംഭവിച്ചാലും പ്രത്യാശ നഷ്ടപ്പെടുത്താതെ ജീവിക്കേണ്ടവരും ദൈവത്തിൽ ശരണം വയ്ക്കേണ്ടവരുമായിരിക്കണം നമ്മൾ ഓരോരുത്തരും. ഈശോയെ സ്നേഹിക്കുന്ന മക്കളെന്ന നിലയിൽ നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നതും അതാണ്. ഇവിടെയാണ് ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ശക്തിയായി കടന്നു വരുന്നത്. ഈ വചനം നമ്മുടെ ഇരുളകറ്റുകയും വെളിച്ചം ഉള്ളിൽ നിറയ്ക്കുകയും ചെയ്യും. ഈ തിരുവചനം ഈ പ്രഭാതത്തിൽ നമുക്ക് വായിച്ചു പ്രാർത്ഥിക്കാം. നിരാശഭരിതമായ സാഹചര്യങ്ങളിൽ പ്രത്യാശയിൽ ജീവിക്കാൻ ഇത് നമ്മെ സഹായിക്കട്ടെ. ജെറമിയായുടെ പുസ്തകം 29-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളാണ് നിരാശയിൽ കഴിയുന്ന മക്കൾക്കായിട്ട് നമ്മൾ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നത്. ഓ ദൈവമേ, ഇന്നീ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന സകല മക്കളിലും പ്രത്യാശ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശയുടെ ഭയത്തിൻ്റെ ദുഷ്ടാരൂപി ഇവരിൽ നിന്ന് വിട്ടുമാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹം കൊണ്ട് ഇവരുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ വായിച്ചു പ്രാർത്ഥിക്കാൻ പോകുന്ന ഈ വചനത്തിൻ്റെ അഭിഷേകം ശക്തിയായി, കൃപയായി ഇവരിലേക്ക്, ഇവരുടെ കുടുംബത്തിലേക്ക്, പ്രിയപ്പെട്ടവരിലേക്ക് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്നു പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. നിങ്ങളെ ചിതറിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ദേശങ്ങളിലും നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. എവിടെ നിന്ന് ഞാൻ നിങ്ങളെ അടിമത്തത്തിലേക്ക് അയച്ചോ ആ സ്ഥലത്തേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുവരും. കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവമേ, ഈ സമയം ഈ വചനം ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ജീവിതത്തിലേക്ക് അനുഗ്രഹമായി മാറട്ടെ. എൻ്റെ കർത്താവേ, ഈ മക്കളെക്കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതികൾ ഇവരിൽ എത്രയും വേഗം നിറവേറപ്പെടാനായിട്ട് ഈ സമയം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആഗ്രഹങ്ങളല്ല കർത്താവേ, നിൻ്റെ ആഗ്രഹങ്ങൾ ഞങ്ങളിൽ ഫലമണിയട്ടെ. ഞങ്ങളുടെ മക്കളെക്കുറിച്ച് ഈശോ കാണുന്ന, ഈശോയുടെ മനസ്സിലുള്ള സ്വപ്നങ്ങൾ എന്താണോ അതെത്രയും വേഗം അവരിൽ നിറവേറപ്പെടാനായിട്ട് ഈ സമയം പ്രാർത്ഥിക്കുന്നു. നമ്മൾ നമ്മുടെ മക്കൾക്ക് ഒരു ഫസ്റ്റ് ക്ലാസ് കിട്ടാനൊക്കെ ആയിട്ടായിരിക്കും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഈശോ ആഗ്രഹിക്കുന്നത് നമ്മുടെ മകന്, മകൾക്ക് ഒരു ഡിസ്റ്റിങ്ഷൻ കൊടുക്കാനായിട്ടായിരിക്കും. അതുകൊണ്ട് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും ഈശോയുടെ ആഗ്രഹങ്ങളും ഈശോയുടെ പദ്ധതികളും നമ്മിൽ നിറവേറപ്പെടാനാണ്. ദൈവാനുഗ്രഹം വളരെ വേഗം കടന്നു വരാനുള്ള ഒരു വഴിയാണ് ഈ പ്രാർത്ഥനാ രീതി. ഇന്ന് ഈശോ നൽകിയ ഈ വചനത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം നമുക്ക് ഈശോയെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന, മക്കളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്കൊക്കെ തടസ്സം നിൽക്കുന്ന, ഇന്നത്തെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും തടസ്സം നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളും ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ നിർവീര്യമായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
കുടുംബത്തിലേക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയം ദൈവകൃപ അളവില്ലാതെ ഒഴുകട്ടെ. ഈ സമയം നമുക്ക് ഒരു നിമിഷം ഈശോയുടെ തിരുനാമത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കാം. ഹാലലൂയ 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 ഹാലലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹാലലൂയ 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 ഹാലലൂയ. യേശുവേ നന്ദി 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 നന്ദി. സ്തുതി 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 സ്തുതി. മഹത്വം 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 മഹത്വം. ദൈവമഹത്വം ദൈവമഹത്വം. ഹാലലൂയ 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 ഹാലലൂയ. യേശുവേ ആരാധന 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 ആരാധന. സ്വർഗത്തിലെ സകല വിശുദ്ധരോടും മാലാഖമാരോടും ചേർന്ന് കർത്താവേ, ഈ സമയം ഞങ്ങൾ അങ്ങേ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ 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 ഹാലലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഈശോയുടെ നാമത്തിൽ, ഈശോയുടെ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ, ഈശോയുടെ കുരിശിൻ്റെ അടയാളത്താൽ എല്ലാ നാരകീയ ശക്തികളെയും പൈശാചിക സാന്നിധ്യങ്ങളെയും ഞാൻ ബന്ധിക്കുന്നു. ഹാലലുയ 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 ഹാലലുയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി 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 നന്ദി. നാരകീയ ശക്തികളെ, അന്ധകാര ശക്തികളെ, നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു, നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ എന്നെയും ഈ കുടുംബത്തെയും ഞങ്ങളുടെ ഈ കൂട്ടായ്മയെയും വിട്ടുപോവുക. യേശുവേ നന്ദി 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 നന്ദി. ആരാധന 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 ആരാധന. ഹാലലുയ 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 ഹാലലുയ. നിത്യ നരകാഗ്നിയിലേക്ക് പോവുക. ഹാലലുയ ഹാലലുയ ഹാലലുയ. യേശുവേ യേശുവേ യേശുവേ. ആരാധന ആരാധന ആരാധന. ഇനി ഒരിക്കലും മടങ്ങി വരരുതെന്ന് ഈശോയുടെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. ഈശോയുടെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. ഹാലലുയ ഹാലലുയ ഹാലലുയ. യേശുവേ യേശുവേ യേശുവേ. ആരാധന 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 ആരാധന. യേശുവേ സ്തോത്രം സ്തോത്രം. ഹാലലുയ ഹാലലുയ ഹാലലുയ. കർത്താവായ യേശുവേ, അങ്ങ് കുരിശിൽ ചിന്തിയ തിരുരക്തത്തിൻ്റെ യോഗ്യതയാലും കുരിശിലെ വിജയത്താലും അങ്ങയോട് ഐക്യപ്പെട്ടു പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും ഭവനങ്ങളെയും പരിസരങ്ങളെയും അങ്ങയുടെ തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് എല്ലാ പൈശാചിക ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലിയ 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 ഹാലലിയ. യേശുവേ യേശുവേ യേശുവേ. ഈശോയെ ഈശോയെ ഈശോയെ. ആരാധന 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 ആരാധന. ഈശോയെ ആരാധന. ഞങ്ങളെ ഉപദ്രവിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുഷ്ടപിശാചുക്കളെയും അവയുടെ പ്രവർത്തനങ്ങളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ചവിടുത്തെ പാദപീഠത്തെങ്കിൽ വയ്ക്കുന്നു. യേശുവെ നന്ദി നന്ദി നന്ദി. ആരാധന 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 ആരാധന. ഹാലലുയ 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 ഹാലലുയ. യേശുവെ ആരാധന 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 ആരാധന. കർത്താവേ, ഈ സമയം കുടുംബങ്ങളെയൊക്കെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഹാലലുയ 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 ഹാലലുയ. ഞങ്ങളുടെ മക്കളെല്ലാം അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഹാലലിയ ഹാലലിയ ഹാലലിയ. യേശുവേ ആരാധന 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 ആരാധന. ഇന്ന് പരീക്ഷയ്ക്കായി പോകുന്ന കുഞ്ഞുങ്ങളെല്ലാം കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഹാലലിയ 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 ഹാലലിയ. എല്ലാ കുടുംബനാഥന്മാരും അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. ഹാലലിയ ഹാലലിയ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. യേശുവേ യേശുവേ യേശുവേ. ആരാധന ആരാധന. യുവതി യുവാക്കൾ അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. ഹാലലിയ 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 ഹാലലിയ. വൃദ്ധരായ മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. ഹാലലിയ 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 ഹാലലിയ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ബാലികാ ബാലന്മാർ അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. ഹാലലിയ 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 ഹാലലിയ. ഈശോയെ ഈശോയെ ഈശോയെ. ആരാധന 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 ആരാധന. എല്ലാ ഗർഭിണികൾക്കും ഗർഭസ്ഥ ശിശുക്കൾക്കും കർത്താവിൻ്റെ സംരക്ഷണം ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹാലലിയ 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 ഹാലലിയ. യേശുവേ ആരാധന ആരാധന ആരാധന. ആതുര ശുശ്രൂഷ മേഖലകളിൽ ജോലി ചെയ്യുന്ന മക്കളെല്ലാവരും അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. ഹാലലിയ 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 ഹാലലിയ. യേശുവേ യേശുവേ യേശുവേ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹാലലിയ 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 ഹാലലിയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഓ കർത്താവേ, ഞങ്ങളുടെ എല്ലാവരുടെയും ഭവനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭവനത്തിൻ്റെ നാലതിർത്തികളിലായിട്ട് ഈശോയുടെ തിരുക്കുരിശ് നാട്ടണമേ. ഹാലലിയ ഹാലലിയ ഹാലലിയ. തിരുരക്തം കൊണ്ട് കോട്ടകെട്ട് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഹാലലിയ ഹാലലിയ ഹാലലിയ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. യേശുവേ യേശുവേ യേശുവേ. ആരാധന 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 ആരാധന. ഹാലലിയ 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 ഹാലലിയ. ഈശോയെ നന്ദി നന്ദി നന്ദി. മഹത്വ 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 മഹത്വ. ഈശോയെ നന്ദി 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 നന്ദി. ഈശോയെ നന്ദി. ഹാലലൂയ ഹാലലൂയ. നിന്നെ മാത്രം ധ്യാനിക്കുന്നു
ധ്യാനിച്ചു ധ്യാനിച്ചു മനസ്സു തളർന്നിടട്ടെ. നിന്റെ വിചാര ഭാരമേറ്റെന്റെ ബുദ്ധി തളർന്നിടട്ടെ. ബുദ്ധി തളർന്നിടട്ടെ. നാഥ നിനക്കാ പാടി പാടി നാവു തളർന്നിടട്ടെ. നിനക്കായേറെ നടന്നു നടന്നെന്റെ പാദം തളർന്നിടട്ടെ. പാദം തളർന്നിടട്ടെ. ഈശോയുടെ തിരുഹൃദയത്തിന് നമ്മെ തന്നെ, നമ്മുടെ കുടുംബത്തെ എല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയമേ, ഈ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവർത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങേ ഉപദ്രവിക്കാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മരിച്ചുപോയ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിൽ പ്രവേശിപ്പിക്കണമേ. അങ്ങയെ കണ്ട് ആനന്ദിക്കാൻ സ്വർഗത്തിലെത്തുന്നതുവരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറിയത്തിൻ്റെ വിമല ഹൃദയവും മാറിയോസെ പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിൻ്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയത്തിൻ്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോസെ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മർഗരീത്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണ യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ മരണക്കെട്ടിലാകുന്ന കുരിശ് ഞങ്ങളുടെ 4 അതിർത്തികളിന്മേൽ നാട്ടി, മുൾക്കിരീടം കൊണ്ട് വേലി കെട്ടി, തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ്, കോടാനുകൂടി മാലാഖമാരെ ചുറ്റി നിർത്തി, യാതൊരന്ധകാര ശക്തികളോ വ്യക്തികളോ ഞങ്ങളുടെ ഭവനത്തിലേക്കോ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലേക്കോ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലേക്കോ കടന്നു വരാത്ത വിധം അങ്ങയുടെ ദിവ്യമായ സംരക്ഷണം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും ലോകം മുഴുവനും നൽകി അനുഗ്രഹിക്കണമേ. ആബാ പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളിതാ വിശ്രമിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണ കാപ്പയുടെ തിരുനിഴലിൽ ഞങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഒരു മാതൃകരമെന്നതുപോലെ ഞങ്ങളെ നയിച്ചാലും. ആമേൻ. നമുക്ക് 91 സങ്കീർത്തനം ചൊല്ലിക്കൊണ്ട് കർത്താവിൻ്റെ സംരക്ഷണം നമുക്കും നമ്മുടെ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്ക് ലഭിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോടെൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ
അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ്സു നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ദൈവമായ കർത്താവിന് സ്തുതി. ഇത്രയും സമയം ഈശോയുടെ കൂടെയായിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മളെ അനുവദിച്ച അവിടുത്തെ കൃപയോർത്ത് നമുക്ക് നന്ദി പറയാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ല ഈശോയെ, ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും, ഞങ്ങളുടെ എല്ലാ യാത്രകളിലും, ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ഈശോയുടെ സാന്നിധ്യവും സഹായവും സംരക്ഷണവും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന, ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.